ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണൽ. അപ്പം നമ്മൾ ഈ ഡ്രാമയുടെ നെക്സ്റ്റ് എപ്പിസോഡാണ് കാണാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനോട് ഇങ്ങനെ തറയിൽ കിടക്കുവാണല്ലോ. ആ സമയത്ത് ഹീറോയിൻ അവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എങ്ങനെ ഇവിടെ എത്തി? നീ ഇവിടെ ഡിന്നറിന് പോയതല്ലേ, പിന്നെ എങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നടന്ന കാര്യമൊന്നും നീ പറയണ്ടാന്നും ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഓടി രക്ഷപ്പെട്ട് വന്നതോ? അപ്പോൾ നീ ഡിന്നറിന് പോയോ? അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു വരാൻ വേണ്ടി മാത്രം എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവൻ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ടായിരുന്നു, ആക്ച്വലി ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അവിടെ ഞാനും നിൻ്റെ അമ്മയുടെ അസിസ്റ്റൻറ്റും ഉണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവിടേക്ക് ആ പ്രൊഡ്യൂസർ പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. വന്നതും നമ്മുടെ ഹീറോയോട്, നീ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, നീ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കാരണം തന്നെ നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 2 പെർഫ്യൂം എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. ഇത് നിനക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുമെന്നും നല്ല സ്മെല്ലുള്ള പെർഫ്യൂമാണ്. ഇത് നീ എപ്പോഴൊക്കെ അടിക്കുന്നോ അപ്പോഴൊക്കെ നീ എന്നെ ഓർക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നത് മേളിൽ നിന്നിട്ട് ആ മോഡലായിട്ടുള്ള പെൺകുട്ടി കാണുന്നുണ്ടായിരുന്നു. അവളോടനെ ഇവിടേക്ക് വരണമെന്ന് വിചാരിച്ചിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഈ വന്ന പാടെ നമ്മുടെ ഈ മോഡൽ പെൺകുട്ടിയോട് ഈ പ്രൊഡ്യൂസറായിരിക്കുന്ന അവൾ പറയുന്നുണ്ടായിരുന്നു, നിന്നിവിടെ ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ, പിന്നെ നീ എന്തിനാ ഇവിടേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഹോട്ടലിൽ നിൻ്റെ വകയില്ല, അത് കാരണം എനിക്ക് എവിടെ വേണേലും പോവാം. വെയിറ്ററിനോട് അവൾക്കും ഫുഡെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് ഈ പ്രൊഡ്യൂസർ പെൺകുട്ടീനെ ഇവളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയോട്, നീ ഈ പെർഫ്യൂം അടിച്ച് നോക്ക്, നല്ല സ്മെല്ലാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന മറ്റവളാണെങ്കിൽ, അയ്യേ ഇതെന്തൊരു സ്മെല്ലാണ്, വൃത്തികെട്ട സ്മെല്ല്, ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു. ഉടനെ അവൾ ആ പെർഫ്യൂം മാറ്റി വെച്ചിട്ട് മറ്റേ പെർഫ്യൂം എടുത്ത് കൊടുത്തിട്ട്, എങ്കിലും ഇതൊന്ന് നീ യൂസ് ചെയ്ത് നോക്കിയേ, ഇത് ഭയങ്കര നല്ല സ്മെല്ലാണ്, ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ്, ഇത് നിനക്ക് നന്നായിട്ട് ചേരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപ്പാട് അവളാണെങ്കിൽ, അയ്യേ ഇതെന്താ ഒരുമാതിരി ചീഞ്ഞ ഓയിൽ പോലെ സ്മെല്ല്, നിനക്ക് നാണമില്ല ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകാനായിട്ട്, നീ ഇതൊന്നും ഒരിക്കലും യൂസ് ചെയ്യരുതെന്ന് ഹീറോയോട് പറയുന്നുണ്ടായിരുന്നു. അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മുങ്ങിയാൽ മതിയായിരുന്നു, അത്രയ്ക്ക് തലവെരുക്കുന്നുണ്ടായിരുന്നു അവന്. എന്തായാലും അവൻ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് ദാ വരുന്നെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയി നിന്നിട്ട് ഈ ഹീറോയിൻ്റെ അമ്മയുടെ അസിസ്റ്റൻ്റ് ഇല്ലേ, അവനോട് നേരെ മെസ്സേജ് അയച്ച് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഇനി അവിടേക്ക് വരത്തില്ല എന്നും, നീ അത് കാരണം അവരോട് എന്തെങ്കിലും പറയും, എനിക്ക് അവിടേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല, ഞാനിപ്പോൾ നേരെ റൂമിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവനും ഓക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവരോട് അവന് നല്ല തലവേദനയാണെന്നും അത് കാരണം അവൻ റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പോയേക്കുവാണ്, നമുക്ക് എന്തായാലും നാളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്ന ആ മോഡൽ പെൺകുട്ടിയാണെങ്കിൽ, നീ കൊണ്ടുവന്ന് ഈ പെർഫ്യൂം കാരണമോ അവനിപ്പോൾ തലവേദന വന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രൊഡ്യൂസർ പെൺകുട്ടിയാണെങ്കിൽ, അയ്യോ ഞാൻ കാരണമാണോ അവനിങ്ങനെയൊക്കെ വന്നത്, എന്തായാലും നാളെ പോയി ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. ഇതുവരെ ഓക്കെ, പക്ഷേ നീ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് ഇതുവരെ പറഞ്ഞില്ലാന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, ഇനിയും എനിക്ക് പറയാനുണ്ട്. റൂമിലേക്ക് പോയ ഞാൻ അവിടെ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയത്തായിരുന്നു അവിടേക്ക് ഈ മോഡൽ പെൺകുട്ടി വന്നിട്ട്, ബേബി ഡോറ് തുറക്ക്, എനിക്കിപ്പം നിന്നെ കണ്ടേ പറ്റത്തുള്ളൂ, എൻ്റെ തലവേദന എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അവളോട് സംസാരിക്കാനോ അവളെ കാണാനോ. പെട്ടെന്ന് വെച്ച് അവൾ ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങി എന്നുള്ള രീതിയിൽ അഭിനയിക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവൾ പുറത്ത് നിന്ന്, ബേബി നീ ഡോറ് തുറന്നില്ല എങ്കിൽ ഞാൻ ഡോറ് തുറന്ന് അകത്തേക്ക് വരും, നിൻ്റെ കീ എൻ്റെ കയ്യിലും ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്നവന് ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, അവൾ എന്തായാലും ഡോർ തുറന്ന് അകത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ അവന് ഉറപ്പായിരുന്നു. അത് കാരണമായിരുന്നു അവൻ ബാൽക്കണി വഴി ചാടി നേരെ നമ്മുടെ ഹീറോയിൻ്റെ റൂമിലേക്ക് പോയിരുന്നത്. ഈ മോഡൽ പെൺകുട്ടി ഡോർ തുറന്ന് വരുന്ന സമയത്ത് അവിടെ എങ്ങും നമ്മുടെ ഹീറോയെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ അവൾ ആ ഹോട്ടൽ മുഴുവനും കയറി ഇറങ്ങി നേരെ നമ്മുടെ ഹീറോയിൻ്റെ റൂമിലേക്ക് വന്നിരിക്കുവാണ്. അവിടെ വന്ന് ഡോർ തട്ടുമ്പോൾ ഹീറോ ഉടനെ, ഇത് ഉറപ്പായിട്ട് അവളായിരിക്കും, അത് കാരണം നീ പോയിട്ട് ഞാനിവിടെ ഇല്ലാന്നും നീ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ആരോടും കള്ളം പറയാത്തൊരു നിഷ്കു ക്യാരക്ടറായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത് പോയി പറയാൻ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഞാനിതൊരിക്കലും പറയത്തില്ല, എനിക്ക് ആരോടും കള്ളം പറയാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ, നീ കള്ളം പറഞ്ഞില്ലെങ്കിൽ വേണ്ട, അവൾ നമ്മളെ തമ്മിൽ തെറ്റിദ്ധരിച്ചിട്ട് പോട്ടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിനാകെ വല്ലാണ്ടായി. എന്തായാലും ഇത് അവളോട് പറഞ്ഞേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ലാത്തത് കാരണം അവൾ നേരെ ഡോറ് തുറന്നിട്ട് കാര്യമില്ലെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ അവൻ വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആരുടെ കാര്യം നിങ്ങൾ പറയുന്നത്? നീ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കേണ്ട, നീ അവൻ്റെ മാനേജറല്ലേ, നിനക്ക് അവൻ എവിടെ ഉണ്ടെന്ന് ഉറപ്പായിട്ട് അറിയാം, അതുകൊണ്ട് സത്യം എന്നോട് തുറന്ന് പറയുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഇവിടെ എന്തായാലും ഇല്ല, അവനെ ഞാൻ കണ്ടിട്ടില്ല, അവൻ്റെ പുറകെ നടക്കുന്നതല്ല മാനേജർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജോലി, അത് കാരണം നിങ്ങൾ അവൻ്റെ റൂമിൽ പോയി അന്വേഷിക്കാനായിട്ട് പറയുമ്പോൾ എനിക്ക് ഉറപ്പാണ് അവൻ ഇവിടെ തന്നെ ഉണ്ട്,
നീ അങ്ങോട്ട് ഡോറ് തുറന്നെന്ന് പറഞ്ഞിട്ട് തള്ളുന്ന സമയത്ത് നമ്മുടെ ഹീറോയിനാകെ കൺട്രോൾ പോയിട്ട് അവൻ ഇവിടെ തന്നെയുണ്ട്, അയ്യോ ഇല്ല 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 എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഷർട്ടൊന്നും ഇല്ലാതെ നടന്നു വരുന്നതായിരുന്നു അവൾ കണ്ടിരുന്നത്. മാത്രമല്ല നമ്മുടെ ഹീറോയിന് ഒരു നൈറ്റ് ഡ്രസ്സും കൂടെ ഇട്ടിരിക്കുന്നത് കാണുമ്പോൾ അവൾ ടോട്ടലി അവരെ സംശയിക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഇവളുടെ കൂടെ ഇവിടെ? അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ഹീറോ ഉടനെ നീ വിചാരിക്കുന്ന കാര്യം തന്നെയാണ് നടന്നത്, എനിക്ക് ഇവളെ ഇഷ്ടമാണ്, അത് കാരണം നീ ഇവിടെ നിന്ന് മര്യാദയ്ക്ക് പുറത്തു പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അയ്യേ, നിനക്ക് ഇവളെ പോലൊരു പെൺകുട്ടിയാണോ സ്നേഹിക്കാൻ തോന്നിയത്? ഇത്രയും ഭംഗിയുള്ള എന്നെ കണ്ടിട്ട് നിനക്ക് പ്രണയമൊന്നും തോന്നിയില്ലേ? നാണമില്ലേ നിനക്ക് ഇവളെ കാണിച്ചിട്ട് ഇവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാനായിട്ട്? നീ എപ്പോഴായിരുന്നാലും എൻ്റെ അടുത്ത് തന്നെ വരുമെന്ന് പറഞ്ഞിട്ട് അവളാകെ കലിതുള്ളി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഹീറോയിനാണെങ്കിൽ നീ എന്ത് പണിയായി കാണിച്ചത്, നീ എന്തിനാ അങ്ങനെ പറയാൻ പോയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവൾ ഇന്ന് ഇവിടെ നിന്ന് പോകത്തില്ലായിരുന്നു, എൻ്റെ സമാധാനം മുഴുവനും പോകുമായിരുന്നു. എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, നീ ഒന്ന് ക്ഷമിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്തായാലും നീ റൂമിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൾ നേരെ പിണങ്ങിയിട്ട് കയറിപ്പോരും നമ്മുടെ ഹീറോയുടെ റൂമിലായിരുന്നു കേട്ടോ. അത് കാരണം അവൻ അവിടെ റൂമില്ലായിരുന്നു. എന്തായാലും ഇന്ന് നൈറ്റ് നീ എവിടെ സ്റ്റേ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞാനിനി എവിടെ പോകാൻ, ഇവിടെ തന്നെ കടന്നല്ലേ പറ്റത്തുള്ളൂ. നമ്മുടെ ഹീറോയിനും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി ആയതുകൊണ്ട് തന്നെ അവൾ അതിന് ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നേ ദിവസം നമ്മുടെ ഹീറോയിൻ്റെ റൂമിലായിരുന്നു താമസിക്കുന്നത്. അങ്ങനെ അകത്തേക്ക് കയറിയ ഹീറോയാണെങ്കിൽ ഹീറോയിൻ കഴിച്ച ഫുഡിൻ്റെ പ്ലേറ്റ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നീ എന്തായാലും അത് കൊടുത്തു വിട്ടത് നന്നായെന്നും താങ്ക്സും പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ അവളോട്, നീ എന്തായാലും ഇവിടെ ബെഡിൽ കിടന്നു, ഞാൻ അവിടെ ചെയറിൽ കിടന്നോളാം. പിന്നെ ഒരു കാര്യം, നീ എന്നെ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല, നീ സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കോ, ഞാൻ അവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അവൻ എന്തായാലും ആ ചെയറിലേക്ക് പോയിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഹീറോയിൻ ഒരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നത്. ഒറ്റ ദിവസം ആയിട്ടേ ഉള്ളൂ ഇവനെ കണ്ടിട്ട് സംസാരിച്ചിട്ടും, അത് കാരണം ഇവനെ വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല എന്നും ഞാൻ അതുകൊണ്ട് ഉറങ്ങാതിരുന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അടുത്ത നിമിഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര ഉറക്കത്തിലായിരിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ഉറങ്ങിക്കിടന്നതിൻ്റെ ആ സെക്കൻഡിൽ തന്നെ അവൾ പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട്, അയ്യോ ഞാൻ ഉറങ്ങാനായിട്ട് പാടില്ലല്ലോ, ഞാൻ ഉറങ്ങാനായിട്ട് പാടില്ല, അവൻ എന്നെ എന്തെങ്കിലും ചെയ്തോളെന്ന് പറഞ്ഞ് നേരെ ചെയറിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അവനിനി റൂമിലേക്കൊക്കെ തിരിച്ച് പോയോ എന്ന് ചിന്തിച്ചിട്ട് അവൾ സ്പെക്സ് ഒക്കെ എടുത്ത് വെച്ച് നോക്കുന്ന സമയത്ത് അവൻ അവിടെ എങ്ങും തന്നെ ഉണ്ടായിരുന്നില്ല. നേരെ ബാൽക്കണിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരു പ്രേതം നിൽക്കുന്ന പോലെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപാടെ അവളാണെങ്കിൽ അയ്യോ പ്രേതം എന്ന് കിടന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോ തിരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവൻ അങ്ങനെ നിന്നിട്ട് അവൻ്റെ പാസ്റ്റിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതൊന്നും ഇപ്പോൾ കാണിക്കുന്നില്ല. എന്തായാലും അവൾ വന്നിട്ട് നീ ഇത് എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നുമില്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നീ തിരിച്ച് റൂമിലേക്ക് പോയതായിരിക്കുന്നു, നീ എന്താ ഉറങ്ങാത്തതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തോ എനിക്ക് സാധാരണ കിടന്നാലേ ഉറക്കം വരത്തില്ല, അതിൽ കൂടെ ഈ ഹോട്ടലും ഇന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ ഷൂട്ടിങ്ങും ഒന്നും തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുന്നില്ല, അത് കാരണം എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ, ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ, നിനക്ക് ഇവിടുത്തെ ഈ തായ് ലാംഗ്വേജൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, പിന്നെ എന്തിനാ നീ എൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞത്? മാത്രമല്ല അവരെനിക്ക് 5000 രൂപ സാലറിയും തരുന്നുണ്ട്, അതിൻ്റെയൊക്കെ എന്താ ആവശ്യം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു മാനേജറിന് ആവശ്യമായിരുന്നു, അത് കാരണമാണ് ഞാൻ അവരോട് അങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്നെ കിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ഞാൻ മാനേജറായിട്ട് വന്നതൊന്നുമല്ല, ഞാൻ ജസ്റ്റ് നിനക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ വേണ്ടി മാത്രം വന്നതാ, നാളത്തെ എൻ്റെ ജോലി കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ, നിനക്ക് ഫേമസ് ആയിട്ടുള്ള ഒരാളാവണമെന്നല്ലേ ആഗ്രഹം, നീ എന്തിനാ അങ്ങനെ ആഗ്രഹിക്കുന്നത്? പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നീ ഒരു കാര്യം കൂടെ ചെയ്യണം, നീ ഈ എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കണം. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ പോലിടാൻ നിനക്ക് ദേഷ്യമുള്ള നീ ഫേമസ് ആകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്, പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. നീ എന്തുകൊണ്ടാണ് ഈ ഫേമസ് ആകണമെന്ന് ആഗ്രഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ നമ്മൾ ഈ ഫേമസ് ആകണമെന്ന് വെച്ചിട്ട് എല്ലാവരോടും അങ്ങോട്ട് പോയി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ ക്യാരക്ടറൊക്കെ കണ്ടിട്ട് എല്ലാവരും നമ്മളോട് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചോളെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ അതൊക്കെ ഓക്കെ, പക്ഷേ ജസ്റ്റ് എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് ചിരിക്കുകയെങ്കിലും ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളെ പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞാനൊരു കിൻഡർ ഗാർഡനിലെ ടീച്ചറാണ്, ഞാനിപ്പോൾ നിന്നെ പരിചയപ്പെടുത്തുന്നത് എന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം അവൻ, എനിക്ക് തോന്നി നീ അങ്ങനെ എവിടെയെങ്കിലുള്ള ടീച്ചറായിരിക്കുമെന്ന്, നീ കുഞ്ഞു പിള്ളേരെ സംസാരമാണ് നിനക്കുള്ളത്, അപ്പോൾ നീ കൂടുതലും കുഞ്ഞു പിള്ളേരുമായിട്ടാണല്ലോ മിങ്കിൾ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും അങ്ങനെയെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതൊക്കെ പോട്ടെ, നിനക്ക് ബേബീസിനൊക്കെ ഒരുപാട് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന്, എനിക്ക് ബേബീസിനെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ അവരുടെയൊക്കെ അമ്മമാർ അവരെ വിളിക്കാനായിട്ട് വരും, ആ സമയത്ത് കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ നീ ഇതെന്തായി പറയുന്നത്, ആരും ഇങ്ങനെയൊന്നും പറയാത്ത ഒരു കാര്യമാണല്ലോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിനക്കറിയില്ല, കുറേ സമയത്തേക്ക് അവരുടെ അമ്മമാരെ കാണാതിരിക്കുമ്പോൾ പെട്ടെന്ന് വെച്ച് അവരുടെ അമ്മയെ കാണുമ്പോൾ അവരുടെ സന്തോഷവും അവരുടെ ആ ഓടിപ്പോക്കുമൊക്കെ അതൊക്കെ അനുഭവിക്കണമെങ്കിൽ ഒരു ലക്ക് തന്നെ വേണം, അതൊന്നും
അനുഭവിച്ചിട്ടില്ലാത്തവർക്കേ ആ വേദന മനസ്സിലാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പെട്ടെന്ന് അവളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ വന്നിട്ട്, അതായത് അവളുടെ അമ്മ അവളെ ഉപേക്ഷിച്ചിട്ട് പോയതാണല്ലോ ചെറുപ്പത്തിൽ, അതൊക്കെ ഓർമ്മിച്ചിട്ട് അവൾക്ക് വിഷമം വന്ന് അവളെ തിരിഞ്ഞു നിന്ന് കരയുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഇതെന്താ ഇവളീ കാണിക്കുന്നത് അറിയാൻ പാടില്ല നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പെട്ടെന്ന് ഇവള് തിരിഞ്ഞിട്ട് കോട്ട് വായിടുന്നുണ്ടായിരുന്നു. എന്നിട്ട് ദേ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് ഈ കണ്ണിനൊക്കെ ഈ വെള്ളം വരുന്നത്, ഞാൻ എന്തായാലും കിടക്കാൻ പോട്ടെ, നീ പോയി കിടക്കെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അകത്തേക്ക് പോയിട്ട് അവനൊരു ഗ്ലാസ് മിൽക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇത് നീ കുടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുമുണ്ട്. എന്തായാലും ഹീറോയ്ക്ക് അവളോട് സംസാരിക്കുമ്പോഴൊക്കെ ഇച്ചിരി സന്തോഷം വരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ ഉറക്കം എഴുന്നേൽക്കുകയാണ്. ഹീറോ രാവിലെ എഴുന്നേറ്റിട്ട് നേരെ വാഷ്റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഹീറോയ്ക്ക് തലേ ദിവസം കൊടുത്തിരുന്ന മിൽക്ക് കൊടുത്ത കപ്പ് ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനടിയിൽ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. നീ വളരെ സ്നേഹമുള്ള കുട്ടിയാണെന്നും നീ ഇന്നലെ രാത്രി എനിക്ക് മിൽക്ക് കൊണ്ട് തന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എഴുതിയിരുന്നത്. എന്തായാലും അവൾ അത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ മോഡൽ പെൺകുട്ടിയിലെ അവള് നമ്മുടെ ഹീറോയുടെ റൂമാണെന്ന് പറഞ്ഞ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് അവളുടെ കൂടെ കിടന്നിരുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയുടെ അസിസ്റ്റൻ്റ് ആയിരുന്നു കേട്ടോ. അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് നീ എന്തിനാ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഇത് എൻ്റെ റൂമാണ്, നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ട് അവൻ്റെ ഫോൺ എടുത്തിട്ട് ടൈം നോക്കുമ്പോഴത്തേക്കും നല്ല സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവളോട് നീ വേഗം പോയി റെഡിയാവും, ഷൂട്ടിങ്ങിനുള്ള സമയമായി, നമ്മളല്ലെങ്കിൽ അവർ കൊല്ലുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവളാണെങ്കിൽ ആ ശരി ഞാൻ പോകാം, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ അവൾ എന്തായാലും റെഡിയാവാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കേട്ടോ. അതായത് ആ ബീച്ച് സൈഡിൽ പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ഷൂട്ടിംഗ് ആയിരുന്നു. നമ്മുടെ ഹീറോയും ഉണ്ടായിരുന്നു, കൂടെ ആ മോഡൽ പെൺകുട്ടി ഉണ്ടായിരുന്നു. പതിവ് പോലെ ഈ പ്രൊഡ്യൂസർ പെൺകുട്ടി നമ്മുടെ ഹീറോയെ വായി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. വേറെ ആളും കൂടെ ഹീറോയെ ഇപ്പം നോക്കി തുടങ്ങിയിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിനായിരുന്നു കേട്ടോ. ഹീറോയിനും അവനിങ്ങനെ ഓടി വരുന്ന നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ചിട്ടായിരുന്നു ഇവനെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇന്നലെ ഒറ്റ ദിവസമല്ലേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് കാരണം ഞാനിങ്ങനെ എപ്പോഴും ഇവനെ തന്നെ നോക്കിയിരിക്കുന്നത് നിർത്തേണ്ടതാണ്. ഇന്നത്തെ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഇതിവിടെ വെച്ച് നിർത്തിയിട്ട് നേരെ വീട്ടിലേക്ക് പോയാൽ മതി എന്ന് ചിന്തിച്ചിട്ട് എന്തായാലും അന്നത്തെ ദിവസത്തെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവൾ നേരെ അവളുടെ ഒരു അമ്മയുടെ ബേക്കറി ഷോപ്പാണെന്ന് തോന്നുന്നു, എന്തായാലും അവിടേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ വന്നിട്ട് അമ്മേ നിങ്ങൾ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞത് അവന് തായ് ലാംഗ്വേജൊക്കെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമെന്നല്ലേ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവൻ ആ ലാംഗ്വേജ് ഒക്കെ അറിയാം. അവനിപ്പോൾ ആവശ്യം ഒരു മാനേജറെയാണ്, നിങ്ങൾ ആ പദവിയിലേക്കാണോ എന്നെ കൊണ്ടുപോകാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. നീ എന്തിനാ ഈ കടം ദേഷ്യപ്പെടാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയോ ഇന്നലെ രാത്രി ഞാൻ അവനുമായിട്ട് റൂം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു, മാത്രമല്ല എനിക്ക് എക്സ്ട്രാ ഒരു ഡ്രസ്സ് പോലും ഇല്ലായിരുന്നു, ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അറിയാമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവളുടെ അമ്മയാണെങ്കിൽ നീ ഇങ്ങനെ കടന്ന് ബഹളം വെക്കാതിരിക്കുക, നിനക്ക് ഞാനിപ്പോൾ 5000 രൂപയിൽ തരാമെന്ന് പറഞ്ഞത് അത് നിനക്ക് ഞാൻ 10000 രൂപയായിട്ട് കൂട്ടിത്തരാം, ഇപ്പം നിനക്ക് വല്ല പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഞാൻ ഏറ്റെടുത്ത ജോലിയല്ലേ, അത് ഞാൻ ചെയ്തോളാം, എനിക്കൊറ്റ കാര്യമുള്ളൂ, മുത്തശ്ശൻ്റെ ബർത്ത്ഡേക്ക് നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്ക് പോയിട്ട് ആരും കാണാതെ ചപ്പൽ ഊരിയിട്ടിട്ട് നേരെ റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവളുടെ മുത്തശ്ശി അവളെ വന്ന് പിടിക്കുന്നുണ്ടായിരുന്നു. പിടിച്ചിട്ട് നീ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ എവിടെയായിരുന്നു? അറ്റ്ലീസ്റ്റ് മുത്തശ്ശനോടൊന്നും ഇനി പറഞ്ഞിട്ട് പൊയ്ക്കൂടായിരുന്നു, മുത്തശ്ശൻ ഒരുപാട് നിന്നെ നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് വിഷമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് നിൻ്റെ അമ്മ മുത്തശ്ശൻ്റെ ബർത്ത്ഡേക്കൊക്കെ വരുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ മുത്തശ്ശൻ കയറി വരുന്നുണ്ടായിരുന്നു. ഇവളോട് മിണ്ടാതെ നേരെ സോഫയിലേക്ക് പോയിരിക്കുന്നുണ്ടായിരുന്നു. നേരെ പോയിട്ട് മുത്തശ്ശൻ്റെ പിണക്കം മാറ്റാനായിട്ട് എന്നോട് ദേഷ്യപ്പെടല്ലേ മുത്തശ്ശ, എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി, വിളിച്ച് പറയാനോ ഒന്ന് പറഞ്ഞിട്ട് പോകാനോ ഒന്നും പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അയാൾ വഴങ്ങിയിട്ട് സാരമില്ല, നിന്നെ ഞാൻ ഓർത്തുന്നില്ല, ഒരുപാട് വിഷമിച്ചു, നീ എവിടെയായിരിക്കുന്നു, അതെങ്ങനത്തെ സ്ഥലമായിരിക്കുന്നു ഒന്നും അറിയത്തില്ലല്ലോ, അത് കാരണമാണ് എനിക്ക് സങ്കടം വന്നത്, ഇനിയെങ്കിലും എങ്ങനെയെങ്കിലും പോവുകയാണെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾ ഓക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശനോട് മുത്തശ്ശ ഇത്തവണത്തെ ബർത്ത്ഡേക്ക് നമുക്ക് എല്ലാവർക്കും പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് ആദ്യം മുത്തശ്ശൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവളീ നിർബന്ധിക്കുന്നത് കാരണം അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം, പക്ഷേ നിങ്ങൾ മാത്രം പുറത്ത് പോയി ഫുഡ് കഴിക്കണം, അതിൻ്റെ കാശൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെയെങ്കിലും മുത്തശ്ശൻ സമ്മതിച്ചല്ലോ എന്ന് ഓർത്തിട്ട് നമ്മുടെ ഹീറോയിനും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസമായിരുന്നു ഈ മുത്തശ്ശൻ്റെ ബർത്ത്ഡേ ആയിരുന്നത്. അങ്ങനെ അവർക്ക് ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കാനായിട്ട് ഏതോ അവരുടെ വിശ്വാസത്തിലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവർക്ക് ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനോട് അവളുടെ വീട്ടിലെ റെൻറ്റിനെ താമസിക്കുന്ന പയ്യനില്ലേ അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്ത് നല്ലതല്ലേ ഇന്നത്തെ ദിവസം നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്നിട്ട് മുത്തശ്ശന് ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുക്കാനായിട്ട് പറ്റിയില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവനും നമ്മുടെ ഹീറോയിന് ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ഹീറോയിനോട് അതങ്ങനെ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, മനസ്സിനകത്ത് അത് കൊണ്ട് നടക്കുവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവർ, അതായത് മുത്തശ്ശനും നമ്മുടെ ഹീറോയിനും മുത്തശ്ശിയും കൂടെ ചേർന്നിട്ട് ഒരു വലിയ ഷോപ്പിംഗ് മാളിലേക്കായിരുന്നു പോയിരുന്നത്. എന്നിട്ട് മുത്തശ്ശൻ അവരോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിക്കുക, ഞാനിവിടെ അല്ലാതെ പോയി നടന്നൊന്ന് കാണാമെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം മുത്തശ്ശി മാറി നിന്നിട്ട് നിൻ്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഇവിടെ വരാമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അവൾ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നേരെ അവളുടെ അമ്മയോട് അമ്മ ഇത് എവിടെയാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് ഫ്ലോറിലാണ് നിൽക്കുന്നത്, ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ മുത്തശ്ശനാണെങ്കിൽ ചുറ്റും നോക്കി നടക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടന്ന് നിൽക്കുന്ന സമയത്ത് ഒരു ഐസ്ക്രീം ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഒരു കുഞ്ഞുകുട്ടി ഈ മുത്തശ്ശനോട് മുത്തശ്ശന് ഇഷ്ടമുള്ള ഫ്ലേവർ ഏതാണെന്ന് പറയാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അന്നേരം മുത്തശ്ശൻ മോനെ ഞാൻ അങ്ങനെ ഐസ്ക്രീംസ് ഒന്നും കഴിക്കാറില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ അവന് ഇഷ്ടപ്പെട്ടുള്ള വാനില ഐസ്ക്രീം എന്തോ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് കുറച്ച് അധികം പൈസ ആകുന്നുണ്ടായിരുന്നു. അത്രയും കാശ് ആ ചെക്കൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ അവൻ അയ്യോ ഞാൻ ബാക്കി പൈസ എൻ്റെ ഡാഡിയുടെ നിന്ന് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിൽ ഞാനത് പേ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന സമയത്തായിരുന്നു ഈ ചെക്കൻ നേരെ ഓടിപ്പോയിട്ട് അവൻ്റെ ഡാഡിയോട് കാശ് ചോദിക്കുന്നുണ്ടായിരുന്നു. കൂടെ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നമ്മുടെ ഹീറോയിനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഇവർ പോയി വേറെ കല്യാണം കഴിച്ചിട്ട് അതിലിപ്പോൾ ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മുത്തശ്ശനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ മുത്തശ്ശനാകെ ഷോക്ക് ആകുന്നുണ്ടായിരുന്നു. മാത്രമല്ല ആ ചെക്കനാണെങ്കിൽ ആ ഹീറോയിൻ്റെ അമ്മയെ മമ്മിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ടപാടെ മുത്തശ്ശന് നെഞ്ചുവേദന വന്ന് അവിടെ വീഴുന്നുണ്ടായിരുന്നു. ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അറിഞ്ഞപാടെ മുത്തശ്ശന് വേണ്ടത് ടാബ്ലറ്റ് ഒക്കെ മേടിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു ഇത് അറിഞ്ഞിരുന്നത്. അവൾ അതെല്ലാം തറയിലിട്ടിട്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നുണ്ടായിരുന്നു. എങ്ങനെയാലും നേരത്തെ തന്നെ അവരെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്യുന്നുണ്ട്. മുത്തശ്ശന് പക്ഷേ ഇപ്പോൾ വന്നത് ഒരു അറ്റാക്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ അവിടെ നമ്മുടെ ഹീറോയും വരുന്നുണ്ടായിരുന്നു, അതായത് ഹോസ്പിറ്റലിൽ. മുത്തശ്ശന് നേരെ ICUലേക്ക് കൊണ്ടുപോയതിന് ശേഷം നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ടായിരുന്നു നീ വന്നത് എന്തായാലും നന്നായി, അതുകൊണ്ടാണ് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് കഴിഞ്ഞത്. പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നീ എങ്ങനെ ആ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ അത് നിന്നെ ഒന്ന് മീറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. അത് കാരണം നീ എവിടെയെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അസിസ്റ്റൻറ്റിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവനാണ് പറഞ്ഞത് നിങ്ങളിങ്ങനെ ഒരു മാളിൽ വരുന്നുണ്ടെന്നുള്ള കാര്യം. അതാ ഞാൻ അവിടേക്ക് വന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശിന് ഇപ്പോൾ എങ്ങനെയുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല മുത്തശ്ശി, അകത്തേക്ക് കയറ്റിയതേ ഉള്ളൂ, ഇപ്പം നമുക്കൊന്നും പറയാനായിട്ട് കഴിയത്തില്ല എന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. കൂടെ അവളുടെ അമ്മയും വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് മുത്തശ്ശി നമ്മുടെ ഹീറോയോട് മോനെ നീ ഉള്ളത് കൊണ്ടാണ് കറക്റ്റ് സമയത്ത് എത്തിക്കാനായിട്ട് കഴിഞ്ഞത്, ഒരുപാട് നന്ദിയുണ്ട്, മോൻ്റെ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവരോട് നിങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, നിങ്ങൾ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കുക, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ആ റെൻ്റ് ഹൗസിൽ താമസിക്കുന്ന പയ്യനും വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവൻ വന്നിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നത് കണ്ടിട്ട് ഉടനെ അവളുടെ അമ്മ ഇതാരാ നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ ഇതെൻ്റെ ഫ്രണ്ടാണ്, അല്ലാണ്ട് ബോയ് ഫ്രണ്ട് ഒന്നും അല്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഈ ചെക്കൻ നമ്മുടെ ഹീറോയിൻ്റെ തോളിൽ പിടിച്ചിട്ടായിരുന്നു ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നത്. അത് കണ്ടുകൊണ്ട് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. അവനത് കണ്ടപ്പോൾ വല്ലായ്മ തോന്നിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു ഡോക്ടർ വന്നിട്ട് നിങ്ങളുടെ മുത്തശ്ശന് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പെട്ടെന്ന് തന്നെ ബൈപ്പാസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് നല്ല കാശ് വേണ്ടി വരുമല്ലോ, ഇവരുടെ കയ്യിൽ അത്രയും പൈസയൊന്നും എടുക്കാനായിട്ടില്ലായിരുന്നു. ഇത് കേട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് എന്ത് വേണേലും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നും അത് കാരണം ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടെ, അതായത് നമ്മുടെ ഹീറോയിനും മുത്തശ്ശിയും അവളുടെ അമ്മയും കൂടെ ചേർന്നിട്ട് മുത്തശ്ശനെ കാണാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അന്നേരം മുത്തശ്ശൻ നിങ്ങളെല്ലാവരും പേടിച്ചതുപോലെ എനിക്കൊരു കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്, നിങ്ങൾ പേടിക്കാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഒപ്പം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയും കൂടെ കയറി വന്നിട്ട് അച്ഛന് ഇത്രയും പെട്ടെന്ന് ബൈപ്പാസ് വേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്, അച്ഛൻ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, കാശൊക്കെ ഞാൻ സെറ്റാക്കിക്കോളെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഇയാൾക്ക് ഉടനെ ദേഷ്യം വന്നിട്ട് നിൻ്റെ കാശ് വെച്ചിട്ട് ഞാൻ ജീവിക്കുന്നതിനെക്കാട്ടിലും മരിക്കുന്നത് തന്നെയാണ് നല്ലത്, അത് കാരണം മേൽ എൻ്റെ കൺവെട്ടത്ത് വന്നു പോരുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദേഷ്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെച്ച് അയാൾക്ക് നെഞ്ചുവേദന വരുന്നുണ്ടായിരുന്നു. ഉടനെ നേഴ്സ് വന്നിട്ട് എല്ലാവരെയും പുറത്താക്കുന്നുണ്ടായിരുന്നു. ഇവർ 3 പേരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആ 2 ദിവസം താമസിക്കുന്ന ആ ചെക്കനാണെങ്കിൽ ഞാൻ ഇതേപോലെ ബൈപ്പാസ് കഴിഞ്ഞൊരു അങ്കിളിനോട് എത്രയാകും എക്സ്പെൻസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ 5 ലക്ഷം വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത്രയും പൈസയ്ക്ക് നമ്മളെവിടെ പോകും, നമ്മുടെ കയ്യിൽ അത്രയും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, കാശ് ഞാൻ ശരിയാക്കാമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി ഉടനെ നീ എന്താ വിചാരിച്ചതെന്ന്, നിൻ്റെ അച്ഛൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ നീ, അയാളത് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് പറഞ്ഞത് നിൻ്റെ കാശ് വേണ്ട എന്നുള്ളത്. എന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ നീയാണ് ഇതിന് വേണ്ടിയിട്ട് കാശ് തന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞങ്ങളൊക്കെ തന്നെയാണ്, അത് കാരണം ഞങ്ങളത് എങ്ങനെയെങ്കിലും ചെയ്തോളാം, നീ ദയവേദി ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഹീറോയിൻ അവളുടെ മുത്തശ്ശിയോട് മുത്തശ്ശി 5 ലക്ഷം രൂപ വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്, ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 1 ലക്ഷം ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ബാക്കിക്ക് നമ്മളിനി എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് അത് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ സർജറി നടത്താനായിട്ട് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. അമ്മ ഉപേക്ഷിച്ച് പോയതിനു ശേഷം അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആ മുത്തശ്ശിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും മുത്തശ്ശനെന്ന് പറഞ്ഞാൽ അവളെ ജീവനാണ്. അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാനിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ച് കരഞ്ഞിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നുണ്ടായിരുന്നു. വന്നിട്ട് നീ വിഷമിക്കേണ്ട, എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണാമെന്ന് പറയുമ്പോൾ ഞാനിനി എന്ത് വഴി കാണാനാണ്, എൻ്റെ കയ്യിൽ ഇത്രയും പൈസയൊന്നും ഇല്ലയെന്ന് പറയുന്ന സമയത്തായിരുന്നു അവനൊരു കാര്യം പറഞ്ഞിരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇപ്പോൾ എൻ്റെ മാനേജറായിട്ടുള്ള ജോലി വേണ്ടാന്ന് പറഞ്ഞില്ലേ, നിനക്ക് ആ ജോലി ഒന്നുകൂടെ ഏറ്റെടുത്തൂടെ, നിനക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ പൈസ തരാം.
അത് വെച്ചിട്ട് നിൻ്റെ മുത്തശ്ശൻ്റെ ചികിത്സയൊക്കെ നടത്തിക്കൂടെ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആദ്യമൊന്നും നമ്മുടെ ഹീറോയിൻ സ്റ്റക്കായി നിന്നിട്ട് പെട്ടെന്ന് വെച്ചിട്ട് നീ ഇത് സീരിയസ് ആയിട്ട് പറയുന്നത് തന്നെയാണോ അതോ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് സിമ്പതിയുടെ പുറത്ത് പറയുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഹീറോ ഒരിക്കലുമല്ല, ഞാനിതെൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് ശരിക്കും ഒരു മാനേജറിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ആ പോസ്റ്റിലേക്ക് നീ വന്നപ്പോൾ നീ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ വെച്ചത്. നിനക്ക് ഇഷ്ടമാവുമെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴും ഹീറോയിന് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് വെച്ച് ഒരാൾ ഇത്രയും കാശൊക്കെ തരാമെന്ന് പറയുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒറ്റ ദിവസത്തെ പരിചയം വെച്ചിട്ട് അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടിരുന്ന് കരഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ പെട്ടെന്ന് വെച്ചിട്ട് അവൾ ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവൻ്റെ നെഞ്ചിൽ കിടന്ന് ഭയങ്കരമായിട്ട് കരയുന്നതോടുകൂടെ ഈ എപ്പിസോഡ് കഴിയുവാണ്. അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോസ് കാണുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. മാത്രമല്ല എല്ലാ വീഡിയോസും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം. ടാറ്റാ.